2018 പ്രളയകാലത്ത് പോലും ഇതുപോലൊരു മഴ പെയ്തിട്ടില്ല. മഴ പെയ്യുന്നില്ല, കർക്കിടക മാസമായിട്ടും മഴയില്ല എന്ന പരാതി പ്രകൃതി തന്നെ അങ്ങ് തീർത്തു കൊടുത്തു. ഇന്നലെ മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലകളിലും മധ്യ തിരുവിതാംകൂർ മേഖലകളിലുമുള്ള പല സ്ഥലങ്ങളിലും വ്യാപകമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. 2018 പ്രളയകാലത്തുണ്ടായതിലും ഉയരത്തിൽ പാല ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ വെള്ളം കയറി. കോട്ടയം പയ്യാനിത്തോട്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. പയ്യാനിത്തോട്ടം മണപ്പാട്ട് വീട്ടിൽ ജോസഫിൻ ജോണി, അമ്മ റെജിന ജോണി എന്നിവരാണ് മരിച്ചത്. ഇവിടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ മുതൽ തുടങ്ങിയ കനത്ത മഴ മൂലം പ്രദേശത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതായാണ് വിവരം. മീനച്ചില്ലാർ കരകവിഞ്ഞൊഴുകി. ഈരാറ്റുപേട്ട ടൗണിൽ കടകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. പാലാ ടൗണിൽ വെള്ളം കയറി തുടങ്ങി. പ്രദേശത്ത് മഴയ്ക്കൽപ്പം ശമനം ഇപ്പോൾ വന്നിട്ടുണ്ട്. കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം കാര്യമായി ഇറങ്ങിയിട്ടുമുണ്ട്. i2i ന്യൂസിന് പ്രേക്ഷകർ ഈ ഭാഗങ്ങളിൽ നിന്നും മൊബൈലിൽ പകർത്തി അയച്ച ആ ദൃശ്യങ്ങൾ കാണുക. കഴിഞ്ഞ പ്രാവശ്യം 2:30 കയറത്തില്ല, ഇപ്രാവശ്യം പിന്നെ നേരം വിളിക്കാറോ? എപ്പോഴാണ് കയറാൻ തുടങ്ങിയ? ഇത് രാത്രി കയറാൻ തുടങ്ങിയതാ. ഒറ്റയടിക്ക് കയറിയതാണ്. എവിടെയൊക്കെ 2-ാം നില ആള് കൂടി കൊടുക്കാതെ ഈരാറ്റുപേട്ടയിൽ 2018 പ്രളയത്തിൽ പോലും ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നാണ് കടയുടമകൾ പറയുന്നത്. കിഴക്കൻ മേഖലയിലെ വെള്ളം ഇറങ്ങിയതോടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം ഉയരും എന്നതാണ് കോട്ടയത്തിന്റെ നിലവിലെ സ്ഥിതി. അതിനാൽ പടിഞ്ഞാറൻ മേഖലയിൽ പാല തൊട്ട് താഴോട്ട് വെള്ളം ഉയരും എന്ന ഭീഷണിയിലാണ്. മീനച്ചില്ലാറിനൊപ്പം മണിമലയാറ്റിലും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മണിമലയാറിന്റെ തീരത്ത് മുണ്ടക്കയം ക്രോസ്വേയിൽ രാവിലെ വെള്ളം കയറിയെങ്കിലും പിന്നീട് ഇറങ്ങി. മണിമല ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണിമലയിൽ നിന്നും ഒരു പ്രേക്ഷകൻ അയച്ച ദൃശ്യങ്ങൾ കാണുക.
डाउन जाएगा ना पानी नाम से एक होन कोतो लगा मिस ना ले 1 घंटा होते लेवे 2 घंटा होते മലപ്പുറം തിരുവാലി കണ്ടമംഗലത്ത് തോട്ടിൽ വീണ് 2.5 വയസ്സുകാരൻ മരിച്ചു. കണ്ടമംഗലത്ത് മുനീറിന്റെ മകൻ അബ്ദുൽ മുഹീൻ ആണ് മരിച്ചത്. തോട്ടരികിൽ കളിച്ചുകൊണ്ടിരിക്കെ വെള്ളത്തിലേക്ക് വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതിയിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 6 ആയി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ പുലുരാമ്പാറ പള്ളിപ്പടി പാലത്തിൽ നിന്നും ഒരു പ്രേക്ഷകൻ അയച്ച ദൃശ്യങ്ങൾ കാണുക. സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം തുടങ്ങിയ പല ജില്ലകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിൽ എങ്ങനെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. കമ്പനി, കോർപ്പറേഷൻ, ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ, KTDCയിൽ സ്റ്റോർമാൻ, ബിവറേജസ് കോർപ്പറേഷനിൽ LD ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കുള്ള 10th ലെവൽ കോമൺ പ്രിലിംസ് പരീക്ഷയുടെ രാവിലെയും ഉച്ചയ്ക്കുമായുള്ള 3-4 ഘട്ട പരീക്ഷയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. ജൂലൈ 18-ന് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ചോദ്യപേപ്പർ മാറി നൽകിയപ്പോൾ ഇതേ പരീക്ഷയുടെ 2ാം ഘട്ടം PSC മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇന്ന് നാട്ടിലാകെ കനത്ത മഴയും മണ്ണിടിച്ചിലും രൂക്ഷമായിട്ടും പരീക്ഷ മാറ്റുവാൻ PSC തയ്യാറാകുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഇതേ പരീക്ഷയുടെ 2ാം ഘട്ടത്തിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് മാറ്റിയ പരീക്ഷ ഓഗസ്റ്റ് 22-നാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് എഴുതുവാൻ കഴിയാത്തവർക്ക് അന്നെങ്കിലും അവസരം നൽകണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തൊട്ടാകെ 749 കേന്ദ്രങ്ങളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായതിനാൽ പരീക്ഷ മാറ്റാനാകില്ലെന്നാണ് PSC അധികൃതർ പറയുന്നത്. അതുപോലെ 2 മുതൽ 2.5 അടി വെള്ളത്തിലാണ് റാന്നി ഇപ്പോൾ. പല സ്ഥലങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇട്ടിയപ്പാറയിൽ നിരവധി കുടുംബങ്ങൾ കുടുങ്ങി. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്തുവാൻ പോലും കഴിയുന്നില്ല. ടൗണിലെ കടകളുടെ മുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇന്നലെ ഇടവിട്ട് മഴയുണ്ടായിരുന്നു. രാത്രിയോടെ മഴ കനത്തു. വനമേഖലയിൽ 300 മില്ലിമീറ്റർ വരെ മഴ പെയ്തതായി കണക്കുകളുണ്ട്. ഇതുവരെ ഒരു ഡിങ്കി ബോട്ടും ഒരു വള്ളവും മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിനുള്ളത്. കൂടുതൽ ഡിങ്കികളും കൊല്ലം ഭാഗത്തു നിന്ന് വള്ളവും കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ശബരിമലയിൽ നിറപുത്തരിക്ക് വന്ന പോലീസ്, ഫയർഫോഴ്സ് സംഘങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കുട്ടവഞ്ചി എത്തിക്കുവാനും ശ്രമം നടക്കുന്നു. പമ്പയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കോഴഞ്ചേരി, ചെറുകോൽപ്പുഴ, ആറന്മുള മേഖലകളിൽ വെള്ളം കയറി തുടങ്ങി. പള്ളിയോടങ്ങളുടെ യാത്ര റദ്ദാക്കി. ആറന്മുള വള്ളസദ്യ ചടങ്ങുകൾ മാത്രമാക്കി. താഴ്ന്ന പ്രദേശത്ത് നിന്ന് ജനങ്ങളെ
ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വനയാത്രയും നിരോധിച്ചിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.